ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 ശ്ലോകം 8 അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിനാ പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. അഭ്യാസയോഗയുക്തവും മറ്റൊന്നിലേക്കും പോകാത്തതുമായ അന്ധകരണത്താൽ പരമവും ദിവ്യവുമായ പുരുഷനെ അനുചിന്തനം ചെയ്യുന്നവൻ അതിനെ തന്നെ പ്രാപിക്കുന്നു. ഇവിടെ അഭ്യാസയോഗയുക്തമായ ചേതസ്സോടുകൂടിയവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞത്. അഭ്യാസം എന്ന് പറയുമ്പോൾ അത് നിത്യനിരന്തരമായ ആവർത്തനമാണ്. അല്ലാതെ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ചിത്ത ഏകാഗ്രതയെ പ്രാപിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് നിരന്തരമായ ഒരു സംസ്കാരമായി അത് മാറണം. യോഗം എന്ന് പറഞ്ഞാൽ തന്നെ യുജുമേളനെ എന്നർത്ഥമുണ്ട്, അതായത് കൂടിച്ചേരുക എന്ന അർത്ഥത്തിൽ, ജീവബ്രഹ്മ ഐക്യം എന്ന അർത്ഥത്തിൽ, ജീവാത്മാ പരമാത്മാ ഐക്യം, അതായത് പരമാത്മ സാക്ഷാത്കാരം തന്നെയാണ് യോഗം എന്നർത്ഥം. പിന്നെ ഉയർന്ന തലത്തിൽ ഒരു യുജിര് സമാധവ് എന്നും അർത്ഥം പറയാറുണ്ട്, സമാധി എന്ന അർത്ഥത്തിൽ. ചുരുക്കം പറഞ്ഞാൽ ഈ നിരന്തരമായ അഭ്യാസത്താൽ മാത്രമേ ഒരാൾ ആ പരമമായ തത്വസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നുള്ളൂ. അല്ലാത്ത തലത്തിൽ ജീവനൊന്ന് വേറെ പരമാത്മാവൊന്ന് വേറെ എന്നുള്ളതിൽ തന്നെ ഉണ്ടാവുന്നുള്ളൂ. അപ്പം ഇത് വേറെയല്ല, ഏകമാണ് എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? അതിന് നിരന്തരമായ അഭ്യാസം അനിവാര്യമാണ് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ചിത്ത ഏകാഗ്രത ലക്ഷ്യമാക്കുന്ന ഒരാൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ശാസ്ത്രത്തിൽ പറയപ്പെട്ട ഒരു വിഷയത്തിൽ ചിത്തത്തെ ഉറപ്പിക്കണം. അത് ചിലപ്പോൾ ഒരു ബിന്ദു ആവാം, ചിലപ്പോൾ മൂക്കിൻ തുമ്പാവാം, ചിലപ്പോൾ വല്ല ചിത്രങ്ങളൊക്കെ ആവാം, ചിലപ്പോൾ വിഗ്രഹവുമാകാം. ഇതൊക്കെ ശാസ്ത്രീയമാണ്. മറ്റു പല തലത്തിലേക്ക് നമ്മുടെ മനസ്സ് പോവാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു തലത്തിൽ അതിനെ നിബന്ധിക്കുക. ആ അഭ്യാസം നിത്യവും ചെയ്യണം. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഇഷ്ടം എന്ന് പറയുമ്പോൾ ശ്രദ്ധയ്ക്കനുസരിച്ച്, അവനവന് ഏതാണോ ഇഷ്ടം സ്വീകാര്യമായത് അതിനനുസരിച്ച്, ചിലപ്പോൾ ഭഗവത് നാമമാവാം, ചിലപ്പോൾ രൂപമാവാം, അല്ലെങ്കിൽ ഓങ്കാരജപാവാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആശ്രയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചിത്തത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കൂ. ഒരു പ്രതീകത്തിൻ്റെ സഹായവും ഇല്ലാതെ അങ്ങനെ ആ തലത്തിലേക്ക് ഉയർന്ന ഒരാളെ കുറിച്ച് ഉള്ളതല്ല ഇവിടെ പറയുന്നത്. അങ്ങനെയുണ്ട്. രൂപനാമങ്ങളോ ഒന്നുമില്ലാതെ സർവവ്യാപിയും സർവശക്തനും സർവജ്ഞനുമായിരിക്കുന്ന ഭഗവാനെ ആ തലത്തിലേക്ക് ഉയരാത്ത ഒരാളെ സംബന്ധിച്ച്, 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എപ്രകാരമാണോ സ്ലേറ്റും മണിച്ചട്ടയും എണ്ണൽ പഠിക്കാൻ വേണ്ടി വന്നത്, ഇതുപോലെ ഒരു രൂപത്തിൻ്റെ സഹായം അങ്ങനെയുള്ള ആളുകൾക്ക് അനിവാര്യമാണ്. അപ്പോൾ സാധനാനുഷ്ഠാനങ്ങളുടെ സാധനാതലത്തിലുള്ള ഒരാളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. എന്തിനാണിതൊക്കെ പറയുകയാണ്? നമ്മുടെ ചിത്തത്തിൽ വിഷയാകാര പരിണാമമാണ് രൂപപ്പെടുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ആകാരത്തിൽ ഒരു വൃത്തി രൂപപ്പെടുന്നു. അങ്ങനെയാണ് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവുന്നത്, ഓർമ്മയുണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ പ്രത്യയം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വിഷയത്തിലാണോ നമ്മുടെ ചിത്തത്തെ, മനസ്സിനെ, ബുദ്ധിയെ നിബന്ധിച്ചിരിക്കുന്നത്, ആ വിഷയത്തെ മാത്രം സംബന്ധിച്ച പ്രത്യയങ്ങൾ ഉണ്ടാവുമ്പോൾ ആ വൃത്തികളിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ എന്ത് വേണം? മറ്റൊരു വൃത്തിയെ അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരക്കണക്കിന്
വൃത്തികൾ രൂപപ്പെടുന്നുണ്ട്. അതിൽ നമ്മൾ ഓർമ്മിക്കുന്നത് ഒരു 10 100 ഒക്കെ ഉണ്ടാവുള്ളൂ, നമുക്ക് ഓർമ്മ ഉണ്ടാവുന്നത്. ബാക്കി എത്രയോ നമ്മുടെ മുന്നിൽ പലരും വന്നു പോകുന്നുണ്ട്, പലതും നമ്മൾ കാണുന്നുണ്ട്, അതൊന്നും വൃത്തി രൂപപ്പെടുന്നില്ല. ആ കാണുന്നതിൽ തന്നെ ഒരു 10 100 ഒക്കെ അത് ഉണ്ടാവുന്നുണ്ട്, നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരേ വിഷയത്തെ തന്നെ കാണാൻ ശ്രമിക്കുമ്പോൾ, അതായത് സാധനാനുഷ്ഠാനത്തിൽ ഒരേ വിഷയത്തെ തന്നെ കാണാൻ ശ്രമിക്കുമ്പോൾ, അങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു തരം പ്രത്യയം ആണ് ഉണ്ടാവുന്നത്. ഒരേ തരത്തിലുള്ള പ്രത്യയം ഉണ്ടാവുന്നു, അനേകം പ്രത്യയങ്ങളായിട്ട് അത് മാറുന്നില്ല. ഇതാണ് അഭ്യാസയോഗം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പല വൃത്തികളുണ്ടെങ്കിലും ഏത് വൃത്തിയാണോ പ്രബലമാകുന്നത് അത് നിരന്തരമായ അഭ്യാസം കൊണ്ട് ഉറപ്പിക്കാൻ കഴിയണം. അതിനെന്ത് വേണം? അതിനെ അഭ്യസിക്കുന്ന ആൾക്ക് ഒരു ഇച്ഛാശക്തി വേണം. ഈ മറ്റ് വിഷയവൃത്തികളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം അയാളിൽ നിന്നുണ്ടാവണം. അതിനുള്ള അറിവ് വേണം. വിഷയങ്ങളുടെ മേഖലയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് അയാൾക്ക് ചിന്തിക്കാൻ കഴിയണം. അപ്പോഴേ അയാൾക്ക് അവിടെ പുരോഗമനം ഉണ്ടാവുന്നുള്ളൂ, ചിത്തൈകാഗ്രത്തിൽ ഉറപ്പിക്കാൻ സാധിക്കൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നിരന്തര പ്രയത്നം ചെയ്യാൻ, ആ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ജപം, പ്രാണായാമം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേണ്ടി ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. എന്നാലും ഒരാൾ രാമനെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ട് രാമ 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 എന്നിങ്ങനെ വിചാരിക്കുക. അപ്പം രാമനെ മനസ്സിൽ ഉറച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് വേറൊരു പ്രത്യയം അവിടെ വരിക. രാമൻ എങ്ങനെയാണാവോ രാവണനെ കൊന്നത് എന്ന്. അപ്പോൾ അത് മാറിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഇതര പ്രത്യയങ്ങൾ നമ്മളെ ബാധിക്കപ്പെടുന്ന കാലത്തോളം നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്നാലും വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ട്, ഞാനിപ്പോൾ രാവണനെ എങ്ങനെ കൊന്നതെന്ന് ആലോചിക്കാനല്ലല്ലോ ഇരിക്കുന്നത്, എനിക്ക് ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ള ബോധത്തോടു കൂടി ആ വൃത്തിയെ വീണ്ടും നേടിയെടുക്കുക എന്നുള്ളതിനെയാണ് അഭ്യാസം എന്ന് പറയുക. അല്ലെങ്കിൽ കൃഷ്ണ 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 എന്ന് ജപിച്ച് എന്തൊക്കെയാ വർത്താനം എന്ന് അടുത്തുള്ള ആളോട് ചോദിച്ചു എന്ന് വരാം. അപ്പോൾ അവിടെ നിർത്തി പോവുകയല്ല ചെയ്യുന്നത്. അയ്യോ, ഞാൻ എന്തിനാ ഇരുന്നത്, ഞാൻ ജപിക്കാനിരുന്നതല്ലേ എന്നുള്ള വീണ്ടും വിചാരത്താൽ വീണ്ടും കൃഷ്ണ 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 എന്ന് ജപിച്ച് ഈ നിരന്തരമായ ആവർത്തനത്തിലൂടെ ആ ധാരയായിരിക്കുന്ന ഭാവത്തെ തിരിച്ചെടുക്കണം. ആ അഭ്യാസത്തെയാണ് യോഗം എന്ന് പറഞ്ഞത്. അപ്പോൾ യോഗം എന്നതിന് 2 അർത്ഥങ്ങൾ പറഞ്ഞു നേരത്തെ. ജീവേശ്വര ഐക്യം, ജീവനും ഈശ്വരനും ഒന്നാണ് എന്നുള്ളത്, അത് യോഗം. പിന്നെ സമ്പൂർണമായി അന്ധക്കരണ വൃത്തികളൊക്കെ നിയന്ത്രിക്കപ്പെട്ട സ്ഥിതിയിലുള്ള മാർഗതലത്തിലുള്ള അർത്ഥം അതേതാണ്? അതിനും യോഗം എന്ന് പറയാം. യുജ് മേളനൗ എന്ന അർത്ഥത്തിൽ പറയാം. യോഗം എന്ന് പറയുമ്പോൾ കൂടിച്ചേരുക എന്നർത്ഥം പറയാം. ഇനി യുജ് സമാധൗ എന്നുള്ളതും പറയാം, സമാധി എന്നുള്ള അർത്ഥത്തിൽ. ഇങ്ങനെ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ഒക്കെ യോഗ ശബ്ദത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അവിടെ മനസ്സിനെ, ചിത്തത്തെ എങ്ങനെയാണ് ഏകാഗ്രമാക്കേണ്ടത് എന്നതിനെ വിസ്തരിച്ചതുണ്ട് ഭഗവത്ഗീത 6-ാം അധ്യായത്തിൽ 26-ാം ശ്ലോകത്തിൽ, ധ്യാനയോഗത്തിൽ. യദോ യദോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തദോ നിയമേതത് ആത്മന്യേവ വശം നയേത്. എന്തെന്തു കാരണങ്ങളാൽ ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നുവോ അതത് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ നിയമിച്ച് ആത്മധ്യാനത്തിലേക്ക് നയിക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട് പല വൃത്തികൾ നമ്മളിൽ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നിരന്തരമായ ബ്രഹ്മാഭ്യാസം മാത്രമാണതിന് പോംവഴിയായിട്ട് പറയപ്പെട്ടത്. എങ്ങനെയത്? തത് ചിന്തനം, തത് കഥനം, അന്യോന്യം തത് പ്രബോധനം. 4 ആൾ കൂടുന്നിടത്തൊക്കെ എന്ത് വേണം? തത് ചിന്തനം, അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, ആ പരമമായ സത്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. തത് കഥനം, അതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുക.
അന്യോന്യം തത് പ്രബോധനം, അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ആ വൃത്തികളെ സദ്വൃത്തിയാക്കി മാറ്റുക. അതിന് ആ പരമാത്മ തത്വത്തെ തന്നെ ചിന്തിക്കാൻ സ്വയം ശ്രമിക്കുക. അങ്ങനെ ആയാൽ ഈ അഭ്യാസം കൊണ്ട് ആ പരമമായ തത്വാനുസന്ധാനത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ഈ കർമ്മബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധനത്തിൽ നിന്ന് മോചിതരാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. അതുകൊണ്ടാണ് നിരന്തരമായി നൈരന്തര്യേണ ജപാദികൾ ചെയ്യണം എന്ന് പറയാൻ കാരണം. എന്നെങ്കിലും എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ. ഇപ്പം യോഗാഭ്യാസം നിത്യവും ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭർതൃഹരി പറയപ്പെടുന്ന ഒരു ശ്ലോകത്തെ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ബ്രഹ്മായേന കുലാലവൻ നിയമിതോ ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരേ വിഷ്ണോർയേന ദശാവതാരഗഹനേ ക്ഷിപ്തോ മഹാസങ്കടേ രുദ്രോ യേന കപാലപാണിപുടകേ ഭിക്ഷാടനം കാരിത സൂര്യോ ഭ്രാമ്യതി നിത്യമേവ ഗഗനേ തസ്മൈ നമഃ കർമ്മണേ. ഇത് നീതിശതകത്തിലെ വാക്യങ്ങളാണ്. അപ്പം അവിടെ നോക്കുകയാണ്, ഏകാഗ്രതയ്ക്ക് പരിശ്രമിക്കുന്ന ഒരു സാധകൻ എത്ര പ്രയത്നിക്കണം എന്നതിൻ്റെ ഭാവത്തെ കാണിക്കുകയാണ്. കാരണം ബ്രഹ്മാവ് കുലാലനെ പോലെ, കലുണ്ടാക്കുന്നവനെ പോലെ ഈ ബ്രഹ്മാണ്ഡ ഭാണ്ഡോദരത്തിൽ അങ്ങനെ ആരാലോ നിയമിതമാക്കപ്പെട്ടിട്ട് ആ പണിയിൽ ഏർപ്പെട്ടിരിക്കുക, ആ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിന് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിയുന്നില്ല. വിഷ്ണു ദശാവതാരഗ്രഹണമെന്ന ഗഹനമായ മഹാസങ്കടത്തിൽ മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന എന്നുള്ള ആ അവതാരങ്ങൾ എടുക്കുന്നതിൽ നിന്നും മോചിതനല്ല അയാൾ. ആ കർമ്മത്താൽ അയാൾ ബന്ധിതനാണ്. രുദ്രൻ തൻ്റെ ഒരു തലയോട്ടിയും കൊണ്ട് കയ്യിലേന്തിയിട്ട് പിച്ച തണ്ടാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ചെയ്യാതിരിക്കാൻ അയാൾക്കും പറ്റില്ല. ആ കർമ്മത്താൽ അയാൾ ബന്ധിക്കപ്പെട്ടതാണ്. അപ്പം സൂര്യൻ അതിലും ഉപരിയാണെന്ന് വിചാരിക്കും. സൂര്യൻ നിത്യവും ആകാശത്തിൽ അങ്ങനെ കറങ്ങുകയാണ് ഉദയാസ്തമയ രൂപത്തിൽ. അങ്ങനെയുള്ള ആ കർമ്മത്തിന് നമസ്കാരം പറയുക. അപ്പോൾ ആ കർമ്മം അത്രയും നമ്മളെ ചുറ്റി കെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കർമ്മബദ്ധതയുള്ള ആ സ്വർഗ ദേവ ലോകങ്ങളിൽ നിന്നെല്ലാം ഉയർന്ന തലമാണ് ആത്മസാക്ഷാത്കാരം. ദേവന്മാർക്ക് പോലും സാധ്യമല്ലാത്ത ആ മോക്ഷമാകുന്ന ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയരണമെങ്കിൽ എന്ത് വേണം? അതിന് നിരന്തരമായ പരിശ്രമം വേണം. അതിനുള്ള യോഗ്യത നമുക്കുണ്ട്. കാരണം മനുഷ്യന് അവിടെ അധികാരമുണ്ട്. ദേവന്മാർക്ക് സുഖലോലുപരായതുകൊണ്ട് അവർക്കുള്ളത് അധികം അധികാരം മനുഷ്യനുണ്ട്. കാരണം ദേവന്മാർ സുഖത്തിൽ ഉയർന്നവരാണ്. എന്നാൽ മനുഷ്യന്മാരതല്ല, വിശേഷബുദ്ധിയിൽ അവരാണ് ഉയർന്നവർ. അപ്പം കഴിയില്ല എന്നല്ല, ദേവന്മാരെക്കാളും കഴിയുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യന്മാർക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് ആ മനുഷ്യനോട് പക്ഷെ എളുപ്പമല്ല, നല്ലോണം പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നിരന്തരമായി ചെയ്യുമ്പോൾ ദൃഢമായ ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അതിനെങ്ങനെയാണ് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ, അത് ശാസ്ത്രത്തിലും ഗുരുവിലും അചഞ്ചലമായ വർത്തിച്ചിട്ട് ആരാണോ മുന്നേറുന്നത് അവന് ഉയരം. അങ്ങനെയുള്ള ശ്രദ്ധാലുവായ സാധകനാണ് പരമമായ സത്യത്തെ പ്രാപിക്കുന്നത്. അപ്പോൾ ഗുരു സാന്നിധ്യം, ഗുരുവിനോടൊത്തവൻ വേദത്തെ അറിയുന്നു. നിത്യവും ഗുരു ഉപദേശങ്ങൾക്ക് അനുസൃതമായി ഗുരു പറഞ്ഞ വാക്യത്തെ പിൻപറ്റിക്കൊണ്ട് നിത്യവും സാധന ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ ജീവൻ മുക്തി സ്വരൂപത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്. ഇപ്പം ധ്യാനാഭ്യാസം വഴി ഗുരുനാഥൻ്റെ സഹായത്താൽ ആത്മതത്വം സാക്ഷാത്കരിക്കുമ്പോൾ ദേഹാഭിമാനം, ദേഹമാണ് താനെന്നുള്ള അഭിമാനം, ആ തോന്നൽ ഇല്ലാതാവും. അപ്പം ദേഹാഭിമാനമുള്ള കാലത്തോളം നമുക്ക് അഹന്ത ഉണ്ട്.
ദേഹാഭിമാനം പോകുമ്പോൾ ആ അഹന്തയില്ലാതാവും. ഈ അവസ്ഥ കൈവന്നവരെ, ആത്മജ്ഞാനത്തോടെ ലോകസേവയിൽ വ്യാപരിക്കുന്നവരെ ജീവൻ മുക്തര് എന്നാണ് പറയുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തരാണ് അവർ. ലോക വ്യവഹാരത്തിൽ എന്ത് തന്നെ ചെയ്താലും അവർ ആന്തരികമായിട്ട് അവർ പരമാത്മാവിൽ ഉറച്ച ഭാവത്തോടൊത്തവരാണ്. ശരീരത്തിൽ അഭിമാനിക്കുന്നവരല്ല. ശരീരത്തിൻ്റെ ഭാവങ്ങളിലൊന്നും അയാൾക്ക് അഭിമാനമില്ല. അയാളെ സംബന്ധിച്ച് ഈ ലോകം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ ഒരു താവളം മാത്രമാണ്. അവനവൻ്റെ വീട്ടിൽ നിന്ന് ഒരു തീർത്ഥയാത്ര പോയ പോലെയാണ് അവരുടെ ലോകവ്യവഹാരം. അത് കഴിഞ്ഞ് തിരിച്ചെത്തേണ്ടത് എവിടെയാണ്? തൻ്റെ ശരിയായ ധാമത്തിൽ, ആ പരമാത്മാ സന്നിധിയിലാണ് എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് ഈ ജീവിതം എന്നുള്ളത് അങ്ങനെയുള്ള തത്വജ്ഞാനിയെ സംബന്ധിച്ചൊരു ലീലാ വിനോദം തന്നെയാണ്. അതുകൊണ്ടാണ് അവരെ ജീവൻ മുക്തന്മാരെന്ന് വിളിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ഇവിടെ അല്ല ജീവിക്കുന്നത്, അവർ പരമമായ സത്യത്തിൽ തന്നെയാണ് ഉറച്ചിരിക്കുന്നത്. പരമാർത്ഥ തത്വത്തിൽ ഉറച്ചിരുന്നു കൊണ്ട് വ്യവഹാരത്തിൽ വ്യവഹരിക്കുന്നതായതുകൊണ്ട് അവരെ ദുഃഖമോ ക്ലേശമോ വിഷമങ്ങളോ ഒന്നും തന്നെ തീണ്ടുന്നില്ല. അവർ ആനന്ദത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കുന്നു. അവരാണ് ജീവൻ മുക്തർ. അപ്പം മുൻ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ പരമാത്മ സ്മരണയോടുകൂടി അവനവനിൽ നിക്ഷിപ്തമായ കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ബുദ്ധികൾ പരമാത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് നിർത്താൻ പരിശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ധ്യാനത്തിൽ നിഷ്ഠയുറച്ച ഒരു ആൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ശ്രുതികളിൽ പറയപ്പെട്ട ഉപാസനാവിധികളുടെയും പുരാണങ്ങളിൽ പറയപ്പെട്ട ഭക്തി സാധനങ്ങളുടെയും ഒക്കെ ഉദ്ദേശം. ഭഗവത്ഗീത ആ സാധനകളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചു, നവീകരിച്ചു എന്ന് മാത്രം. അപ്പോൾ ആത്മാവിലെ ഏകാഗ്രമായ അയാളുടെ അന്ധഃകരണം മറ്റ് ചിന്തകളില്ലാത്തതിനാൽ ആത്മാനുഭൂതി തടസ്സമറ്റതായിട്ട് ഭവിക്കുന്നു, വ്യവഹാരത്തിൽ എന്തൊക്കെ കളി കളിച്ചാലും. അപ്പം പ്രകാശസ്വരൂപിയായ ആ പരമമായ സത്യത്തെ നിരന്തരം ചിന്തിച്ചുകൊണ്ട് അയാൾ, അങ്ങനെയുള്ള യോഗി, പരമാത്മാവിനെ പ്രാപിക്കുന്നു. അതാണ് പറഞ്ഞത് പരമം പുരുഷം ദിവ്യം യാതി. നല്ല തീവ്രമായ ഏകാഗ്രവുമായി എന്തിനെക്കുറിച്ചാണോ ഒരാൾ നിത്യവും നിരന്തരം ചിന്തിക്കുന്നത് അത് നമ്മൾ നേടും എന്നുള്ളത് ജീവിത നിയമമാണ്. എന്നെങ്കിലും ചിന്തിക്കുന്നതല്ല, എന്നും ചിന്തിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ പ്രഖ്യാപനത്തിന് അർത്ഥവ്യാപ്തിയും കൂടുന്നുണ്ട്. അപ്പോൾ ആത്മധ്യാനത്തിന് വേണ്ടത്ര തീവ്രത വേണം, ഏകാഗ്രത ഉണ്ട്. ദേഹം വെടിയാതെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യന് ആ പരമാത്മഭാവം കൈവരിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അനുചിന്തയൻ എന്നുള്ളൊരു വാക്ക് കൊടുത്തു. അനുചിന്തയൻ എന്ന് പറഞ്ഞാൽ അനുഗതമായി ചിന്തിക്കുന്നവൻ, നിത്യവും ധ്യാനം ശീലിക്കുന്നവൻ. അങ്ങനെയുള്ള ഒരാൾ നിരന്തരം ധ്യാനിക്കപ്പെടേണ്ടതായ ആ പരമമായ സത്യസ്വരൂപത്തെ അറിയുന്നു. ആ സത്യസ്വരൂപൻ്റെ സ്ഥിതി എന്താണ്, സ്വരൂപത എന്താണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ വിസ്തരിക്കുന്നുണ്ട്.